അങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നമ്പർ പോയിന്റ്സ് പറഞ്ഞൊരു സംഭവം സേവിയറിൻ്റെ തലൻ്റെ മുകളിൽ ഇത് കാണുന്നത്. അപ്പോൾ അത് എന്താണെന്ന് അവർ തിരിഞ്ഞു നോക്കുകയാണ്. സേവിയറിൻ്റെ മകൾ ബസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്നാണ് ചിന്തിക്കുന്നത്. സേവിയറിൻ്റെ മുകളിൽ കാണിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 31. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഇത് എന്നെക്കുറിച്ചുള്ള റൈറ്റാണെന്ന്. അപ്പോൾ സേവിയറിനോട് അവൻ പറയുന്നു, നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട് എന്ന് പറയുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സേവിയറിനെ അവർ വല്ല കയ്യിലെടുത്ത് അവരെ കാണാൻ നല്ല സുന്ദരമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക പോയിൻ്റ് കൂട്ടുമെന്ന്. എന്നാൽ സേവിയർ അവിടെ നിന്ന് മറ്റൊരു ഡയലോഗ് അടിക്കുന്നു, എന്നെ കാണാൻ സുന്ദരമാണെന്ന് എനിക്കെന്നെ അറിയാമെന്ന്. അപ്പോൾ അവർ പെട്ടെന്ന് ഇതാകുന്നു, മാറിപ്പോകുന്നു. അങ്ങനെ അവൻ വീണ്ടും ബാർ ഓണറിൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അവൻ പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു വീടുണ്ടാക്കി തരാം, അതിനാൽ നിങ്ങൾ എനിക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഇതിൽ സൈൻ ചെയ്യുക എന്ന് പറയുന്നു. അപ്പോൾ ബാർ ഓണർ അവനെ കണ്ട് പുച്ഛിക്കുന്നു. അവൻ ബാർ ഓണറിനെ പേടിപ്പിച്ച് ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്നു. ഇത് കണ്ട സേവിയർ അവനോട് പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണെന്ന്. അപ്പോൾ സേവിയറിനോട് പറയുന്നു, ഞാനൊരു വീടുണ്ടാക്കി അവനക്ക് കാണിച്ചു കൊടുക്കുമെന്ന്. അതിനുശേഷം നമ്മുടെ നല്ലൊരു വീടുണ്ടാക്കാനുള്ള പണി തുടങ്ങുന്നു. അങ്ങനെ സേവിയറിനെ വിളിക്കുന്നു വീടുണ്ടാക്കാൻ. അപ്പോൾ സേവിയർ പറയുന്നു, ഞാനൊന്നും ചെയ്യില്ല, നീയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ സേവിയറിനോട് നമ്മുടെ നടൻ പറയുന്നു, അത് നീ ചെയ്തു തരണം, നിൻ്റെ കടമ അതാണ്, എന്നെ നോക്കാനാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന്, നീ കൂടി എൻ്റെ കൂടെ പണിയെടുക്കണമെന്ന്. അങ്ങനെ അവൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു കുയ്യൊക്കെ കുഴിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് കുഴിച്ച് പണി കഴിഞ്ഞിട്ട് വേഗം അവിടെ ഇരിക്കുക. കാരണം അപ്പോൾ സേവിയറിനോട് പറയും, നീ എന്താ എന്നെ സഹായിക്കാത്തതെന്ന് അവൻ ചോദിക്കുന്നു. അപ്പോൾ സേവിയർ പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ആ കോടാലി ഇങ്ങോട്ട് വേകുന്നു. അങ്ങനെ അവനെ മാറ്റി നിർത്തി അവൻ ഒറ്റ വെട്ടിൽ കുറേ മരക്കഷ്ണങ്ങൾ വീഴ്ത്തുന്നു. ഇത് കണ്ട് അവൻ നെട്ടുകയാണ്. അവൻ സൂപ്പർ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സേവിയർ പറയുന്നു, ഞാൻ കിഡായി വെട്ടിയില്ലേന്ന്. അങ്ങനെ നീയും ഇത് പഠിക്കണമെന്ന്, നീ ഈ പണിക്കൊക്കെ പോവുകയാണെങ്കിൽ നീയും ഇത് പഠിക്കണമെന്ന് സേവിയർ ഇവരോട് പറയുന്നു. നടനോട് പറയുകയാണ്. അങ്ങനെ സേവിയർ ഈ പറഞ്ഞതൊക്കെ കേട്ട് അവൻ വെട്ടി അവൻ കഷ്ടപ്പെട്ട് വീണ്ടും ആ പണി വേഗം കഴിക്കുന്നു. അങ്ങനെ എന്ന് പറഞ്ഞ് അവനക്ക് സന്തോഷമായിട്ട് അവൻ കാറുന്നു. കുറേ നാളത്തെ കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞ് സേവിയറിനോട് പറയുന്നു. അങ്ങനെ അവനെ കാണിച്ചു കൊടുക്കണം, ബാറോറിനെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അവൻ ഹാപ്പിയായി നിൽക്കുകയാണ്. അങ്ങനെ അവിടെ മേൽക്കൂരയിൽ നിന്ന് അവൻ വിറക് കത്തിച്ച് അവിടെ ചൂടാക്കുന്നു. അങ്ങനെ അവിടെ ബാറിൻ്റെ ഓണറും ആ ബാറിൻ്റെ ഓണറുടെ അമ്മയും വരുന്നു. അമ്മ ഇത് കണ്ട് അത്ഭുതപ്പെടുന്നു, ഇത്രയും നല്ല മാറ്റോ എന്ന് ചിന്തിച്ച് അവർക്ക് ആ മാറ്റിൽ നിന്ന് നല്ല ചൂട് കിട്ടുന്നു. കാരണം പുറത്ത് രാജ്യത്തിൽ നല്ല തണുപ്പുള്ള രാജ്യമല്ല, അപ്പോൾ അവിടെ നല്ല ചൂട് കിട്ടും. അങ്ങനെ ഇത് ബാർ ഓണറിൻ്റെ അമ്മക്ക് നല്ല സന്തോഷമാവുന്നു, ബാർ ഓണർക്കും നല്ല സന്തോഷമാവുന്നു. അങ്ങനെ അവനക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. അതിൽ സേവിയർ അവരെ കാണുന്ന -30 എന്നുള്ളതിൽ 2% കൂടുന്നു. അപ്പോൾ അത് 29 ആവുന്നു, -29 ആവുന്നു. അപ്പോൾ ഇവൻ ഹാപ്പി ആകുന്നു. ഇത് കണ്ട് അപ്പോൾ അവൻ അതും കണ്ട് ഹാപ്പി ആകുന്നു. അങ്ങനെ കുറേ ആൾക്കാർ വീട് കാണിച്ചു കൊടുക്കുന്നു, എങ്ങനെയായിരിക്കും വീട് എന്ന്. അവർക്കത് നല്ല ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇവർക്ക് ഇത് നൽകണമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 വീടിൻ്റെ പ്ലാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഒന്ന് എയും മറ്റൊന്ന് ബി. എന്ന പ്ലാന് എന്ന് പറയുന്നത് ഇപ്പോൾ കാണിച്ചു കൊടുത്ത വീടും, ബി എന്ന പ്ലാന് എന്ന് പറയുന്നത് ഇനി മറ്റൊരു വീടുണ്ടാക്കി നൽകും ഇതേ ഫ്ലോറിൽ എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ബാൻഡോ ആനിമയോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ബൈ. ഒന്നുകൂടി ക്വാളിറ്റി കൂട്ടാനൊക്കെ ശ്രമിക്കാം. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്നൊക്കെ പറയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇത് പറയുന്നത് ഞാൻ പിന്നെ ഇതിൽ എഡിറ്റിങ്ങിന് ചെറിയ സീനുണ്ട്, ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാണ്. ചെറിയൊരു സീനുണ്ട്, അതൊക്കെ മാറ്റി ഞാൻ പിന്നീട് വരണേ. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. കമൻറ്റ് ചെയ്യട്ടെ ഏത് ആനിമ ആണെന്ന്, അതോ ഈ ആനിമയെ തന്നെ തുടർന്ന് പോകണോ എന്ന് കൂടി ഒന്ന് പറയണേ.